അങ്ങനെ കോളേജ് ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് ഡേ ലൈൻ ബസ്സിനാ പോവാറ് കേട്ടോ. അപ്പൊ കോളേജിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ദൈവം സഹായിച്ചു മഴ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി സെക്കൻഡ് ഡേ നല്ല ബോറിംഗ്. എന്താന്ന് വെച്ചാൽ അന്നായിരുന്നു കറക്റ്റ് ആൽഫബറ്റിക് ഓർഡർ ക്ലാസ് റീഅറേഞ്ച് ചെയ്തത്. സോ എനിക്ക് പരിചയമുള്ള ഈ ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. മുമ്പ് ബ്രിഡ്ജ് ക്ലാസ്സസ് വെച്ച് കണ്ട കുട്ടികൾ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളത്തെ ഒരു കുട്ടീനെ തന്നെ ഞാൻ കണ്ടുമുട്ടി. അവളെ മുമ്പേ കാണാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവള് ക്ലാസ് മാറിയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, രാവിലെ തൊട്ട് ഓറിയന്റേഷൻ ആയിരുന്നു. ആദ്യം ഒരു ഫാദറിന്റെ ക്ലാസ് ചെന്നപ്പോ തന്നെ ഓരോ പണികൾ വരുമായിരുന്നു. എന്നോടായിരുന്നു ആ ക്ലാസിന്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ചെറിയ ഇന്റർവെലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. പിന്നീട് അതിനുശേഷം ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ബാഗ് തൂക്കാൻ സ്ഥലമില്ലാത്തത് ഞങ്ങൾ മരത്തിന്റെ മുകളിലാണ് തൂക്കിയിട്ട് വെച്ചത്. അതിനുശേഷം വേറൊരു കുട്ടിയോട് പരിചയപ്പെട്ടു കേട്ടോ. അർച്ചന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ഓറിയന്റേഷൻ വന്നേക്കാണ്. ഈ ഓറിയന്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ബോറിംഗ് ഉണ്ടായിരുന്നത്. രാവിലെ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ടിലായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ടീച്ചർമാർ കണ്ടെത്തി നിങ്ങൾ രാവിലെ ഫ്രണ്ടിലിരിക്കണ്ടായിരുന്നു പറഞ്ഞ് മുന്നോട്ട് തന്നെ പിടിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കേൾക്കണതാണ് ദയനീയമായ അവസ്ഥ കേട്ടോ. അതും ഫ്രണ്ടിൽ ശരിക്കും 4 മണി വരെ ക്ലാസ് ഉണ്ട്. പക്ഷെ അന്ന് 3:30 കഴിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ക്ലാസ് എടുത്തവർ വേഗം തീർത്തു. അതുകൊണ്ട് വേഗം കഴിഞ്ഞു. അതിനുശേഷം നേരെ വീട്ടിൽ പോന്നു. അപ്പൊ ഇത്രയും ബൈ.